അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനെന്തായാലും നോർത്ത് ഇന്ത്യയിലേക്ക് അവിടെ എത്തിയല്ലോ. അപ്പോൾ ആ ഉസ്താദാണെങ്കിൽ, ആ നാട്ടിലെ ഉസ്താദാണെങ്കിൽ ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ നിസ്കാരം മാത്രം കഴിച്ചുകൂടി കഴിയുന്നൊരു ഉസ്താദാണ്. ഞാനെന്തായാലും അവിടെ എത്തിയ സ്ഥിതിക്ക് ആ ഉസ്താദിനെയും കൂട്ടി ഒരു ചെറിയ യാത്ര നടത്തും. ഉസ്താദിനോട് പറയും, നമുക്കൊന്ന് ഈ നാടൊന്ന് ഫുൾ ചുറ്റിക്കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉസ്താദിനെയും കൂട്ടി ആ നാട് മൊത്തം ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങും. സ്വാഭാവികമായും ആ ഉസ്താദിന് അറിയാവുന്ന, അതായത് എനിക്കറിയാത്ത എല്ലാ സ്ഥലങ്ങളും ആ ഉസ്താദ് കാണിച്ചു തരും. അപ്പോൾ അവിടെയൊക്കെ സ്കൂളിലും മദ്രസയിലും എവിടെയും പോകാത്ത കുട്ടികളുണ്ടാവുമല്ലോ, ആ വിദ്യാർത്ഥികളെ എനിക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഞാൻ ആ ഉസ്താദിനോട് ചോദിക്കും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും ഇതുപോലെ ഒരു യാത്ര ചെയ്തപ്പോഴാണ് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഉടുതോണിക്കും മറുതോണി ഇല്ലാതെയും ഒരു ഇൽമും അറിയാതെ തെരുവിൽ കഴിയുന്നത് കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും അവരെ കൂട്ടുപിടിച്ച് അവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും ഇൽമും പകർന്നു കൊടുത്തത് ആ ഒരു ചരിത്രം ആ ഉസ്താദിൻ്റെ മനസ്സിലേക്ക് ആദ്യം ഇട്ടുകൊടുക്കും. സ്വാഭാവികമായും ആ ഉസ്താദ് ആ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ആലിമാണല്ലോ. സ്വാഭാവികമായ ഉസ്താദിന് ആ ഒരു വിഷയം മനസ്സിലേക്ക് കയറി ചെല്ലാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഉസ്താദ് ഇപ്രകാരം ചെയ്യണം എന്ന ഉസ്താദ് ഒരു ദൃഢനിശ്ചയം എന്തായാലും ആ മനസ്സിലേക്ക് ഓടിക്കയറും. പിന്നെ ആ ഉസ്താദിനെയും കൂട്ടി ആ നാട്ടിലെ ആൾക്കാരുമായി, എല്ലാ നാട്ടിലെ മുതിർന്നവരെയും അതുപോലെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ആ ഉസ്താദുമായി പോകും. സ്വാഭാവികമാകും ഇമാമത്ത് മാത്രം ഉള്ള ആ ഉസ്താദിന് എല്ലാവരെയും അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും പള്ളിയിലൊക്കെ വരുന്നതാണല്ലോ. അങ്ങനെ ആ മഹല്ലുകാരിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമിന് അനുയോജ്യമായ മദ്രസകളും വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ സ്കൂളിലെ പഠനാവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ നാട്ടിൽ എന്തൊക്കെ ഉപയോഗപ്പെടുത്തണം, എന്തൊക്കെ സ്ഥാപിക്കണം എന്നൊരു മുൻകരുതലുകളും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ നാട്ടുകാർക്ക് ആ ഉസ്താദ് വഴിയും ഞാനുമായും ആ നാട്ടിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വിദ്യാർത്ഥികളെ ഒപ്പരം കൂട്ടുപിടിച്ച്, കയ്യോടെ ആ വിദ്യാർത്ഥികളെ കൂട്ടുപിടിച്ച് മദ്രസയിൽ കൊണ്ടുവന്ന് ആ ഉസ്താദിന് ഏറ്റവും പരിചയമുള്ള വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ കേൾക്കാതിരിക്കില്ല. അങ്ങനെ ആ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി അവിടെ മദ്രസ തുടങ്ങുകയും അവിടെ സ്കൂളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തുടങ്ങിക്കൊണ്ട് ആ ഒരു നാടിനെ ഭംഗിയാക്കുകയും അവിടെ നല്ല നിലക്ക് കൊണ്ടുപോകാനും ശ്രമിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.